ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഞാൻ എൻ്റെ കേളി ഹെയർ റുട്ടീൻ പറയാനായിരുന്നു. അത് കുറച്ച് നാളായിട്ടുള്ള തുടങ്ങിയിട്ട്. എനിക്ക് പൊതുവേ കേളി ഹെയർ ആണ്, പക്ഷെ ഞാൻ അങ്ങനെ കേളി ഹെയറിൻ്റെ സാധനങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കേളപ്പിൻ്റെ പ്രോഡക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേളപ്പിൻ്റെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തു. എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒരു വീഡിയോ ചെയ്യാം, അത് കാണിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഷാംപൂ കണ്ടീഷനിങ് ആണ് ആദ്യം ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ലോറിയലിൻ്റെ ഹൈലറോണിക് മോയ്സ്ചറിൻ്റെ ഷാംപൂ പ്ലസ് കണ്ടീഷണർ, അത് രണ്ടും ഞാൻ കുറേ ഒരു 6-7 മാസമായി യൂസ് ചെയ്യുന്നു. അത് നല്ല എഫക്റ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതാണ് ആദ്യം ചെയ്യുക. ഷാംപൂ ഞാൻ വെച്ചിട്ടില്ല, പക്ഷെ ഇതിൻ്റെ തന്നെ ഷാംപൂ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ആ ഹൈലറോണിക് മോയ്സ്ചറിൻ്റെ ഷാംപൂ മേടിക്കുക, ലോറിയൽ പാരീസിൻ്റെ. അതിൻ്റെ തന്നെ കണ്ടീഷണർ മേടിക്കുക. ഫസ്റ്റ് ഷാംപൂ ചെയ്യുക, ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ വാഷ് ചെയ്യുക. ഇപ്പം ഞാനത് അങ്ങനെ ചെയ്ത മുടിയല്ല ഇപ്പോൾ ഉള്ളത്, പക്ഷേ അത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷാംപൂ ചെയ്യുക. നോർമലി എല്ലാവരും ഷാംപൂ ചെയ്യാൻ അറിയാം, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുറച്ച് ഡ്രോപ്സ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഷാംപൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എത്ര ക്വാണ്ടിറ്റി ആണോ കണ്ടീഷണർ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളത്, ആ ക്വാണ്ടിറ്റി കണ്ടീഷണർ എടുത്തിട്ട് ആ വെറ്റ് ഹെയറിൽ തേച്ച് പിടിപ്പിച്ച് കണ്ടീഷനിങ് ചെയ്യുക. കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം അപ്പോൾ ആഫ്റ്റർ കണ്ടീഷനിങ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനത്തെ ഒരു കോംബോ എനിക്കാൻ കിട്ടും. കണ്ടീഷനിങ് ചെയ്തതിന് ശേഷം കേൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മുടി ഇത് കളയാനായിട്ട്. കാരണം കേൾ ക്രീം യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊരിക്കലും അത് കോംബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോംബ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കേളി ഹെയർ കോംബ് പോലത്തെ കിട്ടും. നൈക്കിയിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേൾസിൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കോംബ് ചെയ്യാം ഹെയർ. കോംബ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോസസ്സാണ് കേൾ ഡിഫൈനിങ് ക്രീം കേളപ്പിൻ്റെ. ഇത് അടിപൊളി പ്രോഡക്റ്റാണ്, കാരണം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ആനിവേഴ്സറീൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ മുടി കേൾ ചെയ്തിട്ടുള്ളതാണ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ ഇത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. സൂപ്പർ പ്രോഡക്റ്റാണ്. അപ്പോൾ കേൾ ഡിഫൈനിങ് ക്രീം നമ്മുടെ മുടിക്ക് എത്രയാണോ ആവശ്യം, അത് മുടിൻ്റെ ഓരോ പാട്ടെടുത്തിട്ട് നമ്മൾ ഒരു പാട്ടെടുക്കുക. അതിനുശേഷം ആവശ്യമുള്ള കേൾ ക്രീം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തേക്കുക. തേച്ചതിന് ശേഷം നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക. മുടി നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി വെച്ച് കുറച്ച് നേരം വെച്ചിട്ട് വേണം നമ്മൾ വിട്ട് കളയാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണിച്ചിട്ടുള്ളത് ഞാൻ തരാം. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യണുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ മുടി ഓരോരോ ഇഴ പോലെ എടുത്തെടുത്ത് എല്ലാ ഭാഗത്തേക്കും ചെയ്തിട്ട് യൂസ് ചെയ്യാം ഈ ക്രീം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫിക്സ് മൈ കേൾസിൻ്റെ ഹെയർ ജെല്ലാണിത്. അപ്പോൾ ഇത് ഞാൻ ഒരു വട്ടം യൂസ് ചെയ്തു. നല്ല പ്രോഡക്റ്റാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം ഈ കേൾസ് നന്നായിട്ട് സ്ക്രഞ്ച് ചെയ്ത് നിർത്തണം. അതിന് വേണ്ടിയിട്ട് ഈ ജെല്ല് യൂസ് ചെയ്യണം. അപ്പോൾ ഡിഫൈനിങ് ഹെയർ ജെല്ല് യൂസ് ചെയ്താൽ വേറൊരു ഗുണം എന്താ വെച്ചാൽ നല്ല മോയ്സ്ചറായിട്ട് നിൽക്കും. ആ ജെല്ലിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ, കേൾ ക്രീം കഴിഞ്ഞിട്ട് ജെല്ല് യൂസ് ചെയ്യുമ്പോൾ നല്ല മോയ്സ്ചറായിട്ട് നിൽക്കും. ഇത് നല്ല പ്രോഡക്റ്റാണ്. ഞാൻ ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ, എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിത് കുറച്ച് വട്ടം കൂടി യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിവ്യൂ പറയാം. അങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ നന്നായിട്ട് സ്ക്രഞ്ച് ചെയ്യുക. നമ്മൾ സ്ക്രഞ്ച് ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ കേൾസ് ആയതിന് ശേഷം ആ കേൾസിനെ നമ്മൾ നന്നായിട്ട് സ്ക്രഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് സെറ്റ് ചെയ്ത് നിൽക്കും. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് കുറേ നേരം നിൽക്കും, പെട്ടെന്ന് പോവില്ല ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി കേളപ്പിൻ്റെ തന്നെ ഈ അൾട്രാ ഡിഫൈനിങ് ഹെയർ ജെൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ഇതാണ്. പക്ഷേ ഇത് കേളപ്പിൻ്റെ തന്നെ ആകുമ്പോൾ, കേളപ്പ് ക്രീമും കേളപ്പ് ജെല്ലും ആകുമ്പോൾ സെയിം ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതൊന്നും എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് അതുപോലെ ഇതും യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് ഏത് അടിപൊളിയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ എനിക്കിത് യൂസ് ചെയ്തെടുത്തോളം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കേൾസ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ മുന്നേ ചെയ്ത ഒരു വീഡിയോ, ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ആനിവേഴ്സറി ഫോട്ടോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എഫക്റ്റീവ് ഉണ്ട് ആ ഇതെന്ന്. അപ്പോൾ അങ്ങനെ കേൾസ് ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, കേൾസൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ കേൾ ക്രീം യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, എനിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ഇതില്ല, അപ്പോൾ യൂസ് ചെയ്ത് വരാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നൊരു വീഡിയോ ഇനി ഞാനിടാം. അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ട് എന്നുള്ളതും ഞാൻ പറയാം. ഇപ്പോൾ എന്തായാലും ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇത്രയും നാളിൽ എനിക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.